ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രധാന വാർത്തകൾ. നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്ക്. പരിക്കേറ്റവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. കുറുകുന്നിൽ KIP കനാലിന്റെ അറ്റകുറ്റപ്പണികളിൽ അഴിമതി ആരോപണം. നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധം ശക്തം. ഭക്തിസാന്ദ്രമായി തലവൂർ തൃക്കന്നമർകോട് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പൊങ്കാല മഹോത്സവത്തിന് ഉദ്ഘാടനം കുറിച്ചു. വാർത്തകൾ വിശദമായി. ബ്രേക്ക് നഷ്ടപ്പെട്ട് അമിത വേഗതയിലെത്തിയ പിക്കറ്റ് വാനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ബംഗാളികൾക്ക് പരിക്കേറ്റു. കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാമിലാണ് സംഭവം. പരിക്ക് പറ്റിയവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാമിൽ ലോഡുമായി പോയ പിക്കപ്പ് വാൻ ലോഡ് ഇറക്കി മടങ്ങിവരുന്ന സമയത്താണ് വണ്ടിയുടെ ബ്രേക്ക് നഷ്ടമാകുന്നത്. അമിത വേഗതയിലായ വാഹനത്തിന്റെ പുറത്തിരുന്ന 6 ബംഗാളി തൊഴിലാളികളാണ് രക്ഷപ്പെടുവാനായി വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ചാടിയത്. 6 പേർക്കും കൈക്കും കാലിനും തലയ്ക്കും പരിക്കേറ്റു. വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർക്ക് ഒന്നും സംഭവിച്ചില്ല. ഡ്രൈവർ വാഹനം ഓടയിൽ ഇറക്കി സുരക്ഷിതമായി നിർത്തുകയായിരുന്നു. 32 വയസ്സുള്ള ദിലീപ്, 19 വയസ്സുള്ള വിഷ്ണു, 22 വയസ്സുള്ള ദിലീപ് ദാസ്, 26 വയസ്സുള്ള സുജൻ ദാസ്, 32 വയസ്സുള്ള നാരായണൻ, 20 വയസ്സുള്ള രാജേഷ് എന്നിവരാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഇതിൽ സുജൻ ദാസിന് സാരമായ പരിക്കുകളാണ് സംഭവിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇടമൺ 34 ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് തുടക്കമായി. 24-ന് സമാപിക്കും. ഇടമൺ 34 ഷൺമുഖ ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ജനുവരി 15 വെള്ളിയാഴ്ച മുതൽ 24 വരെ ആഘോഷിക്കുവാൻ തീരുമാനിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഈ 15-ാം തീയതി ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യൻ തന്ത്രി അവരുടെ നേതൃത്വത്തിൽ കുടിയേറി 10 ദിവസത്തെ ഉത്സവമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിലെ വിശേഷാൽ ഇവിടുത്തെ മെയിൻ ചടങ്ങായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 10 ദിവസത്തെ അന്നദാനമാണ്. അതിൽ ഈ വർഷം 5 ദിവസം ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിലും 5 ദിവസം സ്പോൺസർമാരുടെ നേതൃത്വത്തിലാണ് ഈ അന്നദാനം നടന്നു വരുന്നത്. ഇനി നമുക്ക്
ഏറ്റവും മെയിൻ ആയിട്ടുള്ള വിശേഷ ദിവസം എന്ന് പറയുന്നത് 22-ാം തീയതി ഇവിടെ നടന്നു വരുന്ന മെയിൻ ചന്ദ്രപ്പൊങ്കാലയാണ്. ചന്ദ്രപ്പൊങ്കാലയോടനുബന്ധിച്ച് അന്നേ ദിവസം രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, അതായത് മഹാസുദർശന ഹോമം, ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം, ആവാഹനം, ഈ ചടങ്ങുകളെല്ലാം 22-ാം തീയതി പ്രധാനമായും നടന്നു വരും. അതിനുശേഷം തുടർന്ന് തൈപ്പൂയത്തിൻ്റെ അന്ന് 24-ാം തീയതി തന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ആറാട്ട് എഴുന്നള്ളിപ്പും കാവടി ഘോഷയാത്രയും കൊടിയിറക്കും. ഇതാണ് പ്രധാനമായും നടന്നിരുന്ന ചടങ്ങ്. ഉത്സവത്തോടനുബന്ധിച്ച് കൊടിമര ഘോഷയാത്ര, തൃക്കൊടിയേറ്റ്, അന്നദാനം, ചന്ദ്രപ്പൊങ്കാല, സമൂഹ സദ്യം, കാവടി ഘോഷയാത്ര, ആറാട്ട് എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടാകും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന അന്നദാനത്തിലും 24 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന കാവടി ഘോഷയാത്രയിലും എല്ലാ ഭക്തജനങ്ങളും ജാതിമത ഭേദമന്യേ പങ്കെടുക്കണമെന്ന് ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. കൂടാതെ ഷൺമുഖ ക്ഷേത്രത്തിൽ ഫെബ്രുവരി 14 ആരംഭിക്കുന്ന ഉദ്ദിഷ്ട ഫലസിദ്ധി പ്രദായകമായ ആണ്ടിയാർ ദീപം നടത്തുമെന്നും ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി സുബ്രഹ്മണ്യനും ക്ഷേത്രം മേൽശാന്തി മണികണ്ഠൻ പോറ്റിയും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല പാലക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് 20-ന് തുടക്കമാകും. 24-ന് തൈപ്പൂയ പൊങ്കാലയും നടക്കും. തെന്മല പാലക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവ ആഘോഷങ്ങൾ ജനുവരി 20 മുതൽ 24 വരെ നടത്തുവാൻ തീരുമാനിച്ചതായി ഭരണസമിതികൾ അറിയിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് തൃക്കൊടിയേറ്റ്, അന്നദാനം, പൊങ്കാല, കാവടി, പറവക്കാവടി, അഗ്നിക്കാവടി, ആകാശ ദീപക്കാഴ്ച എന്നിവയും ഉണ്ടാകും. ജനുവരി 24 ഞായറാഴ്ച രാവിലെ 6:30 നടക്കുന്ന തൈപ്പൂയ പൊങ്കാലയിലും വൈകിട്ട് 3 മുതൽ നടക്കുന്ന കാവടി ഘോഷയാത്രയിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് സഹകരിക്കണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ധർമ്മരാജ് ഭട്ടനും ക്ഷേത്രം മേൽശാന്തി വിമൽ പോറ്റി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 100 കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ഐതിഹ്യപ്രേമ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. പിടവൂർ പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 11ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായുള്ള രുക്മിണി സ്വയംവരമാണ് നടന്നത്. രുക്മിണി സ്വയംവരത്തിന്റെ ഭാഗമായി ആടയാഭരണ വിഭൂഷിതയായ രുക്മിണിയെയും തോഴിമാരെയും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടയുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രസന്നിധിയിലേക്കും സപ്താഹ വേദിയിലേക്കും ആനയിച്ചു. പ്രദേശത്തിന്റെയും പ്രദേശവാസികളുടെയും സമസ്ത ഐശ്വര്യത്തിന്റെയും കാരണഭൂതനായാണ് പുത്തൻകാവ് മഹാവിഷ്ണുവിനെ പ്രദേശവാസികൾ കാണുന്നത്. പ്രമുഖ യജ്ഞാചാര്യനായ എൻ ജയശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ സപ്താഹ യജ്ഞം നടന്നുവരുന്നത്. നെടുമങ്കലിൽ അർച്ചന നടത്താൻ കാണുകയായി. മഹാലക്ഷ്മി അഷ്ടോത്തരം വേണമെങ്കിൽ അതാകാം, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം, അതാകുമ്പോൾ 1000 നാമങ്ങൾ വരും. ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് അന്നേരം തീരുമാനിക്കാം, സമയത്തിനനുസരിച്ച്. ഇതിലേതെങ്കിലും ഒരു നാമം എടുത്ത് സർവൈശ്വര്യ പൂജ നടത്തുന്നു വഴിക്കൂടെ അല്ലെങ്കിൽ പറഞ്ഞായിരുന്നു. ഭാഗവത സപ്താഹ യജ്ഞവും പ്രഭാഷണവും കേൾക്കുവാൻ നിരവധി ഭക്തജനങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഇവിടെ എത്തിച്ചേരുന്നു. ദശാവതാരം ചാർത്ത് ജനുവരി 19 നടക്കും. 18-ാം തീയതി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭക്തി നിർഭരമായ അവഭൃത സ്നാന ഘോഷയാത്രയും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇടമൺ അപ്പൂപ്പൻ അമ്മൂമ്മ കാവിലെ ഐശ്വര്യ പൂജയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഉച്ചാര അന്നദാന മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഐശ്വര്യ പൂജ സംഘടിപ്പിച്ചത്.
പാർവതി സമേതനായ പരമേശ്വര സങ്കല്പത്തിലാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷന് സമീപം അമ്മൂമ്മ അപ്പൂപ്പന്മാരെ കുടിയിരുത്തിയിരിക്കുന്നത്. വർഷങ്ങളായി പൂജകൾ മുടങ്ങിക്കിടന്ന കാവ് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുകയും പൂജകൾ പുനരാരംഭിക്കുകയുമായിരുന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി കള്ള്, വെറ്റില, അടയ്ക്ക, പുകല എന്നിവ ഭക്തർ കാവിൽ സമർപ്പിക്കുന്നു. ഞായറാഴ്ചകളിലാണ് ഇവിടെ ഏറെ വിശേഷം. കാവിന്റെ ഐതിഹ്യപെരുമ കേട്ടറിഞ്ഞ് അന്യദേശത്തു നിന്ന് പോലും നാട്ടുകാർ ഇവിടേക്ക് എത്തുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരവധി പുരോഗമന പ്രവർത്തനങ്ങളാണ് കാവിൽ നടന്നുവരുന്നത്. ഉച്ചാര അനതാര പൂജകളുടെ ഭാഗമായി ഞായറാഴ്ച നടന്ന ഐശ്വര്യപൂജയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. കൊല്ലനഴികത്ത് വീട്ടിൽ വാസുദേവൻ ആർച്ചുവിളക്ക് സമർപ്പിച്ചു. അനതാര പൂജകളുടെ ഭാഗമായി വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. കാവിന്റെ ഭാരവാഹികളായ തുളസി, ജയമോൻ, ദേവലാൽ, പാപ്പൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത പുനലൂർ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്. കടകാലിയാക്കൽ വിൽപ്പനയോടനുബന്ധിച്ച് ന്യൂ ഇയർ ഓഫർ 5/1/2016 മുതൽ 5/2/2016 വരെ. 500 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ തുണിത്തരങ്ങൾക്കും 60% ഡിസ്കൗണ്ട്. 500 രൂപയ്ക്ക് താഴെയുള്ള തുണിത്തരങ്ങൾക്ക് പകുതി വില. 100 രൂപ മുതൽ 200 രൂപ വരെയുള്ള ബ്ലൗസ് പീസ് 1 മീറ്റർ വെറും 40 രൂപ മാത്രം. 500 രൂപ മുതൽ 1000 രൂപ വരെയുള്ള ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് 1 മീറ്റർ വെറും 100 രൂപ മാത്രം. ഈ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ആയിഷാസ് ദ ടെക്സ്റ്റൈൽ ക്ലബ്, നിയർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ചെമ്മന്തൂർ ജംഗ്ഷൻ, പുനലൂർ. കണ്ണൻകോട് കുന്നിൽ അപ്പൂപ്പൻ ക്ഷേത്രം നാടിന് സമർപ്പിച്ചു. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ക്ഷേത്രം നാടിന് സമർപ്പിച്ചത്. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. കുന്നിൻ മുകളിലെ വൃക്ഷച്ചുവട്ടിലാണ് ദേവസ്ഥാനം. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം വളരെ അധികം ചൈതന്യം നിറഞ്ഞതാണെന്ന് തമ്പുരാട്ടി പറഞ്ഞു. പ്രതിഷ്ഠയുടെ ഭാവം എന്താണെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ എനിക്ക് തോന്നിയത്, എനിക്കെപ്പോഴും അങ്ങനെ തോന്നാറുള്ളു താനും, വളരെ ശാന്തമായിട്ട് അപ്പൂപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മൂമ്മ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും കുറെ കൂടെ വാത്സല്യഭാവമാണല്ലോ തോന്നുന്നത്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ഒരു അമ്പലം ഇവിടെ വരാൻ സാധിക്കുമോ? തുറന്നിരിക്കുന്ന
ആകാശം കൂരയായും ഓടി നടക്കുന്ന മന്ദമാരുതൻ വീശി അതിന്റെ കുളിർമയായും ഈ പരിസരം മുഴുവനും നിത്യനയനാനന്ദമായ സദ്യയായും വിരാജിക്കുന്ന സ്വാമിക്ക് തീർച്ചയായിട്ടും ഇത് തന്നെയായിരിക്കും ആഗ്രഹം. ഇതിൽ കൂടുതൽ ഒന്നും ഒരു കെട്ട ഇവിടെ വരാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വേറെ ഏതോ ക്ഷേത്രം വരുന്നു, ത്രിതലമായിട്ട് വട്ടാകൃതിയില് വട്ടശ്രീകോലോടുകൂടി അതൊക്കെ പടം കാണിച്ചു. പക്ഷെ ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ. അതാണ്. അപ്പൊ ഇതിനൊരു മാറ്റം വരാതെ ഇതിങ്ങനെ തന്നെ ഇരിക്കണം. അതിൻ്റെതായിട്ടുള്ള ഒരു എത്ര മാത്രമാണ് അതിൽ നിന്നും അങ്ങനെ ഒഴുകി വരുന്ന ശക്തിധാരകൾ. ആദ്യമായിട്ട് വരുന്ന എനിക്ക് പോലും അതിങ്ങനെ തോന്നുന്നു. പിന്നെയാണോ അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളായ നിങ്ങള്, ഈ മണ്ണിന്റെ മക്കളായ നിങ്ങൾക്ക് തോന്നാതിരിക്കുമോ? 4:30 എത്തിയ തമ്പുരാട്ടിയെ താലപ്പൊലിയുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രസന്നിധിയിലേക്ക് ആനയിച്ചത്. തുടർന്ന് ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് പ്രകൃതി ഭംഗിയും ആസ്വദിച്ച ശേഷമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഉദയവും അസ്തമയവും കാണാൻ സാധിക്കുന്ന ക്ഷേത്ര പരിസരത്ത് മണിക്കൂറുകൾ ചിലവഴിച്ച ശേഷം സൂര്യാസ്തമയം കണ്ട ശേഷമാണ് തമ്പുരാട്ടി മടങ്ങിയത്. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത കൈലാസ്, മുൻ പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ, ക്ഷേത്ര സ്ഥാനപതി എൻ പുഷ്പരാജ് കുറുപ്പ്, ശർമ്മ സ്വാമി, വാർഡ് മെമ്പർ ബി ഗോപകുമാർ, ക്ഷേത്രം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് വി രാജീവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഉറുകുൻ KAP കനാലിന്റെ മെയിന്റനൻസ് പണികൾ നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി ആരോപിച്ചാണ് പണികൾ തടഞ്ഞത്. ഉറകുന്നു KAP കനാലിൽ നടന്നു വന്ന മെയിന്റനൻസ് പണികൾ നാട്ടുകാർ തടഞ്ഞു. ഞായറാഴ്ച പകൽ 11 മണിയോടെയാണ് സംഭവം. 6 ലക്ഷം രൂപ ചെലവഴിച്ച് KAP കൊട്ടാരക്കര ഡിവിഷൻ കനാലിന്റെ ഇരുവശങ്ങളിലും ചെയ്തു വന്ന കോൺക്രീറ്റ് പണികളാണ് നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞത്. സർക്കാർ മാനദണ്ഡമനുസരിച്ച് 3 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യണമെന്നിരിക്കെ കരാറുകാർ കനം കുറച്ച് പണികൾ ചെയ്യുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ പങ്കുണ്ടെന്നും ഒപ്പം പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളും പണം കൈപ്പറ്റി കണ്ണടക്കുകയാണെന്നും AIYF പ്രവർത്തകൻ സുമേഷ് ആരോപിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ട് നടക്കുന്ന ഈ കോൺക്രീറ്റ് പണിയിൽ വ്യാപകമായ അഴിമതി ഉണ്ട് എന്നുള്ള ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇടപെട്ടത്. ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ സിമെൻറ്റും മണലുമായിട്ടുള്ള അംശബന്ധം 4:6 എന്ന അംശബന്ധത്തിൽ ഒരു ചാക്ക് സിമെൻറ്റാണ് എന്ന് എഞ്ചിനീയർ പറയുമ്പോൾ അരച്ചട്ടി സിമെൻറ്റും 7 കൊട്ട മിറ്റിലും അതുപോലെ തന്നെ 6 കൊട്ട പൊടിയും ഇട്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ തൊട്ട് ഈ കോൺക്രീറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇത് സംബന്ധിച്ച് നമ്മൾ എഞ്ചിനീയറുമായിട്ട് പറഞ്ഞപ്പോൾ എഞ്ചിനീയർ പറയുന്നത് അതങ്ങനെ തന്നെയാ ഇങ്ങനെ തന്നെയാ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ നല്ല രീതിയിൽ പാറ ചെയ്യേണ്ട ഈ ഒരു സൈഡുകൾ, എന്നാൽ അവിടെ എല്ലാം ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തേക്കുന്ന കോൺക്രീറ്റ് ഇടിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ വേസ്റ്റ് വന്നതെടുത്ത് അടുക്കിക്കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വ്യാപകമായ അഴിമതിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർക്ക് നടക്കുമ്പോൾ, ഒരു സർക്കാരിൻ്റെ വർക്ക് നടക്കുമ്പോൾ അവിടെ ആ വർക്കിൻ്റെ ടെൻഡർ തുക എത്രയാണോ ആ ടെൻഡർ തുക പതിപ്പിച്ചുകൊണ്ടാണ് വർക്കുകൾ ചെയ്യേണ്ടത്. എന്നാൽ ആ ഒരു മാനദണ്ഡം പോലും ഇതിനകത്തൊന്നും പാലിച്ചിട്ടില്ല. ഇതിനകത്ത് എല്ലാം കൊണ്ടും തന്നെ ഒരു വ്യാപകമായ അഴിമതിക്ക് കുട പിടിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്ടറും നിൽക്കുന്നത്. ഇത് അനുവദിച്ചു പോകാൻ നമുക്ക് സാധിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇടിച്ചിട്ടേക്കുന്നതിനകത്ത് മൊത്തം ഇനി അവർ പാറപ്പൊടിക്ക് പകരം മണ്ണ് കയറ്റിയിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അവിടെ 2-3 ഇഞ്ച് കനത്തിലാണ് അവിടെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് 1 ഇഞ്ച് പോലും കനം അതിനകത്തില്ല, ആ സൈഡിലില്ല. അങ്ങേ സൈഡിലൊക്കെ നമുക്ക് നോക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ ആ ഇടിച്ചിട്ടേക്കുന്ന ഭാഗത്തെല്ലാം കോൺക്രീറ്റ് ചെയ്യേണ്ടതാണ്. അവിടെ ഒന്നും കോൺക്രീറ്റ് ചെയ്യാതെ എല്ലാം ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഒരു പോകുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് പാർട്ടിക്കാർക്ക് പൈസ കൊടുത്ത് അവർക്ക് പൈസ കൊടുത്ത് ഇവർക്ക് പൈസ കൊടുത്തുന്ന. എന്നാൽ ഇവിടുത്തെ പാർട്ടിക്കാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ വിലക്കെടുക്കാൻ കഴിയായിരിക്കും. പക്ഷേ മുഴുവൻ നാട്ടുകാരെയും കൂടെ വിലക്കെടുത്തുകൊണ്ട് ഇവിടുത്തെ വർക്ക് ചെയ്തുകൊണ്ട് പോകാം എന്ന് ഈ കോൺട്രാക്ട് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല, അത് നടത്തത്തില്ല. എന്നാൽ നിയമപ്രകാരമാണ് പണികൾ പുരോഗമിക്കുന്നതെന്നും കനാലിന്റെ വശങ്ങൾ പൊളിഞ്ഞെടുത്ത് കൂടുതൽ കനത്തിലും മറ്റു സ്ഥലങ്ങളിൽ കനം കുറച്ചുമാണ് ചെയ്യുന്നതെന്നും പണികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു.
ഇതുകൂടാതെ 2 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട ഇടത്ത് 6 മീറ്റർ വരെ കോൺക്രീറ്റ് ചെയ്തതായും ഉദ്യോഗസ്ഥർ വാദിച്ചു. തുടർന്ന് നാട്ടുകാരുടെ മേൽനോട്ടത്തിൽ പണികൾ പുനരാരംഭിച്ചു. എന്നാൽ സംഭവം വാർഡ് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വാർഡ് മെമ്പർ പ്രശ്നത്തിൽ ഇടപെടാൻ തയ്യാറായില്ലെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. ന്യൂസ് ബ്യൂറോ, തെന്മല. ഡിവൈഎഫ്ഐ പത്തനാപുരം ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. മലയോര പ്രദേശമായ പുന്നലയിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. ഡിവൈഎഫ്ഐ പത്തനാപുരം ബ്ലോക്ക് സമ്മേളനം പുന്നല സമന്വയം ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു. ഡിവൈഎഫ്ഐ അടക്കം പുരോഗമന പ്രസ്ഥാനങ്ങൾക്കായി ജീവൻ ബലി നൽകിയ രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രകടനമായി എത്തി പുഷ്പാർച്ചന നടത്തിയുമാണ് ഡിവൈഎഫ്ഐ പത്തനാപുരം ഏരിയ സമ്മേളനത്തിന് പുന്നലയിൽ തുടക്കം കുറിച്ചത്. പട്ടാഴിയിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന സുഭാഷിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമുള്ള പതാക ജാഥയും കടക്കാമണിൽ നിന്നുമുള്ള ദീപശിഖ ജാഥയും മാങ്കോട്ട് നിന്നുമുള്ള കൊടിമര ജാഥയും സമ്മേളന നഗരിയായ പുന്നലയിൽ എത്തിയതോടെയാണ് ഡിവൈഎഫ്ഐ പത്തനാപുരം ഏരിയ സമ്മേളനത്തിന് തുടക്കമായത്. സ്വന്തം രക്തത്തെ സാക്ഷിയാക്കി ജീവിതം സഫലമാക്കിയവരാണ് രക്തസാക്ഷികൾ. കരിമരത്തിൽ നിന്ന് നീണ്ടുവരുന്ന പുരക്കയർ കണ്ണനാളത്തിൽ മുറുകുമ്പോഴും പ്രാണയാത്രകളിൽ ജീവൻ സംശയത്തോടെ തെന്നിമാറുന്ന നിമിഷങ്ങളും ഇംഗ്ലാം സിദ്ധാന്തം എഴുതിയവർ രക്തസാക്ഷികൾ. അവർ വെടിപൊളികളിൽ അന്തർവിശ്വസം കൊള്ളുന്നില്ല. സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങളുടെ ചോരയുടെ കുറുമ്പുകളിൽ അവർ നിറഞ്ഞു നിൽക്കുന്നു. കണ്ണീർ താഴ്വരകളിൽ നിന്നും കനൽക്കട്ടകളുടെ കൊടികൊടികൾ രൂപപ്പെടുത്തുന്ന രക്തസാക്ഷികൾ. ചിറകുകൾ കരിയുമെന്ന് അറിഞ്ഞിട്ടും ചുരുളിലേക്ക് പറക്കുന്ന വിപ്ലവകാരികളുടെ ലോകത്തെ കരുത്താർന്ന നക്ഷത്രങ്ങളാണ് രക്തസാക്ഷികൾ. സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കും വർഗീയതയ്ക്കും പ്രതിരോധ പ്രവണതകളിലുള്ള പോരാട്ടങ്ങളിൽ ജീവിതം സമർപ്പിച്ച രക്തസാക്ഷികളുടെ സ്മരണകൾക്ക് മുമ്പിൽ ഡിവൈഎഫ്ഐ പത്തനാപുരം ബ്ലോക്ക് സമ്മേളനം ആദരവോടെ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. CPM നേതാക്കളായ ജില്ലാ കമ്മിറ്റി അംഗം D. അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M. മീരാപ്പിള്ള, ഏരിയ സെക്രട്ടറി N. ജഗദീശൻ, ഏരിയ കമ്മിറ്റി അംഗം H. A. നജീബ് മുഹമ്മദ്, S. മുഹമ്മദ് അസ്ലം, അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, കറവൂർ എൽ വർഗീസ്, K. ബാബു എന്നിവർ വിവിധ യോഗങ്ങളിൽ ആശംസകൾ അർപ്പിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കളായ ഡെൻസൺ വർഗീസ്, A. B. അൻസാർ, V. R. രാജീവ്, G. രതീഷ്, R. L. വിഷ്ണുകുമാർ, R. രഞ്ജിത്ത്, അഡ്വക്കേറ്റ് S. ബാബു, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സജീഷ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VP പ്രശാന്ത് എന്നിവരടങ്ങുന്ന നേതൃസംഘത്തിന്റെ നിയന്ത്രണത്തിലാണ് ഡിവൈഎഫ്ഐ ഏരിയ സമ്മേളനം പുന്നലയിൽ നടന്നുവരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജനുവരി 17 പോളിയോ ദിനമായി ആചരിച്ചു. താലൂക്ക് തല പോളിയോ നിർമ്മാർജ്ജന യജ്ഞം പുനലൂർ താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 17 പോളിയോ ദിനത്തോടനുബന്ധിച്ച് പോളിയോ നിർമ്മാർജ്ജന യജ്ഞം പുനലൂർ താലൂക്ക് തല ഉദ്ഘാടനം പുനലൂർ താലൂക്ക് ആശുപത്രി അങ്കണത്തിൽ സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുനലൂർ നഗരസഭാ ചെയർമാൻ M. A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പോളിയോ എന്ന് പറയുന്ന ഒരു വിപത്തിനെ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നത് ഒരു വലിയ ക്യാമ്പയിനാണ്, ഒരു വലിയ പ്രചരണ പരിപാടിയാണ്. ഇപ്പം നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളുമായി ഇവിടെ ഇരിക്കുന്നത് ഓരോ വാർഡ് കേന്ദ്രങ്ങളിലും
ഈ കേന്ദ്രം തിരക്കി ആളുകൾ എത്തിച്ചേരുന്നത് ഇതെല്ലാം ഒരു വലിയ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് ആളുകൾക്കുണ്ടായ ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ യോഗത്തിന്റെ പ്രസക്തി അതാണ്. പക്ഷേ എന്നാലും കുഞ്ഞുങ്ങളുമായി 8 മണിക്ക് തന്നെ നിങ്ങൾ വന്നിട്ടുണ്ട്. വന്ന ആളുകൾക്കൊക്കെ ശരിക്കും ഒരു ഔപചാരികതയുടെ പേരിലാണ് ഇപ്പോൾ ചടങ്ങ് നടക്കുന്നത്. ഇവിടെ അതെല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രചരണ പരിപാടിയാണ്. ഈ പരിപാടി ഇവിടെ ഏറ്റവും സമുചിതമായി ഏറ്റെടുത്ത നമ്മുടെ ഡോക്ടറെയും അതേപോലെ തന്നെ ഇതിൻ്റെ ആരോഗ്യ പ്രവർത്തകരെയും 2 ദിവസങ്ങളായി വലിയ തിരക്ക് പിടിച്ച് വളരെ വലിയ സന്നാഹങ്ങളാണ് ഇതിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നഗരസഭ അതിനോടൊപ്പം ഉണ്ട്. ധാരാളം സന്നദ്ധ പ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ അതിനോടൊപ്പം ഉണ്ട്. ടൗൺ വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് സുരേന്ദ്രനാഥ് തിലകൻ, റോട്ടറി ഇന്റർനാഷണൽ AG ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ, പ്രസിഡന്റ് ചന്ദ്രബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭയിലെ പ്രൈവറ്റ് ആശുപത്രികളടക്കം 44 സെന്ററുകളിൽ പോളിയോ വിതരണം നടന്നു. 3000-ഓളം കുട്ടികൾക്ക് പോളിയോ മരുന്ന് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റബ്ബർ വില വർദ്ധിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ പുനലൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ റബ്ബർ ഷീറ്റ് കത്തിച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. വർദ്ധിച്ചുവരുന്ന റബ്ബർ വില ഇടിവിൽ പ്രതിഷേധിച്ചും റബ്ബർ വില വർദ്ധിപ്പിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ കേന്ദ്ര സർക്കാർ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചും ജോസ് കെ മാണി MP കോട്ടയത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടത്തുന്ന നിരാഹാര സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് കേരള കോൺഗ്രസ് എം പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ പന്തം കൊളുത്തി പ്രകടനവും റബ്ബർ ഷീറ്റ് കത്തിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചത്. പുനലൂർ TB ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പുനലൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ റബ്ബർ ഷീറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. റബ്ബറിന് ന്യായമായ വില പോയിട്ട് അവന്റെ അധ്വാനത്തിന്റെ 4/1 കൂലി പോലും കിട്ടാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. ഈ റബ്ബറിന് വില വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിലെ ഗവർണറുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുകയും ഒരു ദിവസം മുഴുവൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരായ ശ്രീ KM മാണിയും PJ ജോസഫും അവിടെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാര് നിരാഹാര സമരം ഇരിക്കുകയുണ്ടായി. തടിക്കാട് ഗോപാലകൃഷ്ണൻ, എബ്രഹാം മാത്യു, ദാനിയൽ ജോൺ, ഏഴംകുളം രാജൻ, മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, R സത്യൻ, തേവർത്തോട്ടം രമേശൻ, ബാബു ജോർജ്, അഡ്വക്കേറ്റ് ജ്യോതികുമാർ, GV അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തലവൂർ തൃക്കൊന്ന് മർക്കോട് ദേവീക്ഷേത്രത്തിൽ ആയിരങ്ങൾ പൊങ്കാല അർപ്പിച്ചു. പൊങ്കാല മഹോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ദേവീ നാമജപത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആയിരങ്ങളാണ് തലവൂരമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തിയത്. രാവിലെ 7 മണിക്ക് ക്ഷേത്രസന്നിധിയിൽ നടന്ന പൊങ്കാല മഹോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ ആയിരക്കണക്കിന് പൊങ്കാല അടുപ്പുകളിൽ അഗ്നിയുടെ തീനാളങ്ങൾ ജ്വലിച്ചു.
തലവൂർ ദേവസ്വം അധികൃതർ ഒരുക്കിയിരുന്നത്. പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര തുടങ്ങിയ KSRTC ഡിപ്പോകളിൽ നിന്നും ബസ് സർവീസും പോലീസിന്റെ സുരക്ഷയും ഉണ്ടായിരുന്നു. തലവൂർ ദേവസ്വം പ്രസിഡന്റ് T. ജയപ്രകാശ്, മാനേജർ K. ഗംഗാധരൻ പിള്ള, സെക്രട്ടറി KG ബാലകൃഷ്ണൻ, C. സതീഷ് കുമാർ, അജിത് കുമാർ, സനീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മേ, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ഫ്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. നെല്ലിപ്പള്ളി കല്ലാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മകരപ്പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചു. മകരപ്പൊങ്കാല അർപ്പിച്ച് സായുജ്യമടയാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. പുനലൂർ നെല്ലിപ്പള്ളി കല്ലാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വനദുർഗാദേവി സന്നിധിയിൽ മകരപ്പൊങ്കാല മഹോത്സവം സംഘടിപ്പിച്ചു. പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ഭാഗവത പാരായണം, ചണ്ടമേളം എന്നിവ സംഘടിപ്പിച്ചിരുന്നു. രാവിലെ 8:15 ക്ഷേത്ര മേൽശാന്തി ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ഭണ്ഡാര അടുപ്പിൽ അഗ്നി പാർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് CV അഷേർ, സെക്രട്ടറി PR പ്രഭോഷ്, കമ്മിറ്റി അംഗങ്ങളായ സുദീപ് കുമാർ, സതീഷ്, ശരത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ വർഷവും തൈപ്പൂയ ദിവസമാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കേണ്ടുന്നത്. എന്നാലിപ്പോൾ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. ക്ഷേത്ര സമുച്ചയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയമ്പലം, തിടപ്പള്ളി ഓഫീസ്, ചുറ്റുമതിൽ, ചുറ്റമ്പലം ഉൾപ്പെടെയുള്ള ക്ഷേത്ര സമുച്ചയ നിർമ്മാണം സമാപന ഘട്ടത്തിലാണ്. അത് അടുത്ത തൈപ്പൂയത്തിന് മുൻപായി ക്ഷേത്ര സമുച്ചയ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ട് ഉത്സവം പുനരാരംഭിക്കണമെന്നാണ് ക്ഷേത്രകാര്യ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഭക്തജനങ്ങളിൽ നിന്നും മറ്റ് പൊതുജനങ്ങളിൽ നിന്നും ഈ ക്ഷേത്ര സമുച്ചയ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ ക്ഷേത്രത്തിൽ ഉത്സവ ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ളവ പുനരാരംഭിക്കുന്നതിനുണ്ടാകണമെന്നും ക്ഷേത്രകാര്യ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് ജനറൽ കൺവെൻഷന് ചൊവ്വാഴ്ച വൈകിട്ട് 6 തുടക്കമാകുന്നു. കൺവെൻഷൻ 24 സമാപിക്കും. 1500 സഭകളിൽ നിന്നായി 25,000-ഓളം വിശ്വാസികൾ പങ്കെടുക്കും. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് ജനറൽ കൺവെൻഷൻ ജനുവരി 19 മുതൽ 24 വരെ പുനലൂർ AG ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏകദേശം 1000-ഓളം പാസ്റ്റേഴ്സ് ആ മീറ്റിംഗിൽ സംബന്ധിക്കും. ദൈവദാസന്മാരായിരിക്കുന്ന ഡോക്ടർ ഐസക് ചെറിയാൻ, ഇവാഞ്ചലിസ്റ്റ് PG വർഗീസ്, ഡോക്ടർ ഐസക് മാത്യു എന്നിവരെ പാസ്റ്റർ സെമിനാറിൽ ക്ലാസ്സിൽ നയിക്കുന്നതായിരിക്കും. ബുധനാഴ്ച രാത്രി യോഗത്തിൽ ഡോക്ടർ വിൽപ്പൻ രാജ അധ്യക്ഷത വഹിക്കുകയും ആ മീറ്റിംഗിൽ പാസ്റ്റർ യാഗത്തുമണി അതുപോലെ തന്നെ JB മണി എന്നിവർ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. അസംബ്ലീസ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചിട്ട് 100 വർഷം തികയുന്നു എന്നുള്ളതാണ്. ശതാബ്ദി സമ്മേളനത്തിന്റെ സമാപന മീറ്റിംഗ് വ്യാഴാഴ്ച
രാവിലെ 9 മുതൽ 5 മണി വരെ ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഇവിടെ ഈ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വിശാലമായ ഒരു ശതാബ്ദി സമ്മേളനം തിരുവനന്തപുരത്ത് നടത്തപ്പെടുവാനായിട്ട് ഇടയായി. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ സമാപനമായിട്ട് വ്യാഴാഴ്ച ഈ മീറ്റിംഗ് നടത്തുകയാണ്. ദീർഘവർഷങ്ങളായി സമൂഹത്തിൽ അധ്വാനിച്ച ദേവദാസന്മാരെ ആദരിക്കുവാനും ഹോസ്പിറ്റലുകളായി കമ്മിറ്റികളായി സേവനമനുഷ്ഠർക്ക് അവരെ ആദരിച്ച് അവരെ പരിചയപ്പെടുത്തുവാനും അതോടൊപ്പം തന്നെ യുവജന ഡിപ്പാർട്ട്മെന്റിൽ സമസ്തക്കെ അധ്യാപന സേവ അനുഷ്ഠിച്ചുള്ള ദേവദാസന്മാരെ പരിചയപ്പെടുത്തുവാനുള്ള പ്രത്യേക മീറ്റിംഗ് ആണ് ഈ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ രാജഗോപാൽ അതുപോലെ തന്നെ MLA രാജു എന്നിവർ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നതായിരിക്കും. അന്ന് രാത്രി യോഗത്തിൽ അധ്യക്ഷപ്പെടുന്ന മീറ്റിംഗിൽ പ്രധാനദാസന്മാരായിരിക്കുന്ന മാസ്റ്റേഴ്സ് KJ മാത്യു അതുപോലെ ജോർജ് ചാപ്പി എന്നിവർ ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കും. 19 വൈകിട്ട് 6 സഭാ സൂപ്രണ്ട് പാസ്റ്റർ TJ സാമുവൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ചൊവ്വാഴ്ച മുതൽ ശനിയാഴ്ച വരെ വൈകിട്ട് 6 മുതൽ 9 വരെ നടക്കുന്ന പൊതുയോഗങ്ങളിൽ പാസ്റ്റർമാരായ VT എബ്രഹാം, PS ഫിലിപ്പ്, രവിമണി, തോമസ് ഫിലിപ്പ്, ജോർജ് വിച്ചാക്കോ, യാഹദത്ത മണി, ജേക്കബ് വർഗീസ്, KJ മാത്യു തുടങ്ങിയവർ പ്രസംഗിക്കും. പാസ്റ്റർമാരായ രാജൻ എബ്രഹാം, വിൽഫ്രഡ് രാജ്, തോമസ് മാത്യു, ജോർജ് തോമസ്, MA ഫിലിപ്പ് എന്നിവർ പൊതുയോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കും. തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി 53 സെക്ഷനുകളാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിനുള്ളത്. 1500 സഭകളിൽ നിന്നായി 25,000 പേർ കൺവെൻഷനിൽ വിവിധ യോഗങ്ങളിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ കോർഡിനേറ്റർ PT തോമസ് ഫിലിപ്പ്, മീഡിയ കൺവീനർ സാജൻ ജോൺ എടക്കാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാനിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്ക്. പരിക്കേറ്റവർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ. ഉറുകുന്നിൽ KIP കനാലിന്റെ അറ്റകുറ്റപ്പണികളിൽ അഴിമതി ആരോപണം. നിർമ്മാണ പ്രവൃത്തികൾ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധം ശക്തം. ഭക്തിസാന്ദ്രമായി തലവൂർ തൃക്കന്നമർകോട് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ പൊങ്കാല മഹോത്സവത്തിന് ഉദ്ഘാടനം കുറിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.